ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ചെറിയ പൈസേൻ്റെ മാലയും പിന്നെ ഇയർ ചെയിനും ഒക്കെയാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. ഈ മാല ഞാൻ മീഷോന്ന് 1 വർഷം മുന്നേ വാങ്ങുമ്പോൾ അതിന് 200 സംതിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് 178 രൂപയുള്ളൂ. പക്ഷേ 1 വർഷമായിട്ടും അതിൻ്റെ ക്വാളിറ്റിക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ ഈ കാണുന്ന ഇയർ ചെയിൻ ഒരു 140-150 രൂപയ്ക്കാണ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളത്. മഞ്ഞ കളറിലല്ലാതെ ഒരു ആൻറ്റിക് കളറിലാണ് ഈ മാലേൻ്റെ ഒരു കളർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ അത് പെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇയർ ചെയിൻ എനിക്ക് കറക്റ്റായിട്ട് ഇടാൻ പറ്റിയില്ല. പിന്നെ ഇതാണ് അതിൻ്റെ ഇയറിംഗ് വരുന്നത്. അടുത്ത മാല വരുന്നത് ഒരു ലോട്ടസിൻ്റെ ഡിസൈനിലുള്ള മാലയാണേ. 100-150 റേഞ്ച് വരുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ക്വാളിറ്റി നിങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്യരുത്. പക്ഷേ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞു ക്യൂട്ട് മാലയാണ് കേട്ടോ ഇത്. സിമ്പിൾ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് നമുക്ക് വേണേൽ ചുരിദാറിൻ്റെ കൂടെയൊക്കെ വേണേൽ യൂസ് ചെയ്യാം. പിന്നെ അടുത്ത് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മാലയാണ് കേട്ടോ. നല്ല ആൻറ്റിക് കളറിൽ ഒരു കുഞ്ഞു സ്റ്റോണും പിന്നെ ക്യൂട്ടായിട്ടുള്ള ഒരു ആനയും പിന്നെ കുഞ്ഞു മുത്തുമുത്തുകളും അതിൻ്റെ താഴെ ഉണ്ട്. പിന്നെ അതിൻ്റെ കമ്മലിലും ഒരു ആനയുണ്ട് കേട്ടോ. എനിക്ക് വാങ്ങിയതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ആനയുടെ മാലയാണേ. പക്ഷേ ഇതിനൊരു ചെറിയ സ്മെല്ലുണ്ടായിരുന്നു. എന്തോ ഒരു മണ്ണെണ്ണയുടെ പോലത്തെ സ്മെല്ലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് സ്പ്രേ ഒക്കെ അടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ മാല കാണാൻ നല്ല ഭംഗിയാണ്. സാരീൻ്റെ കൂടെയൊക്കെ നല്ല രസമുണ്ടാവും ഇത് പെയർ ചെയ്യുവാണെങ്കിൽ. നമുക്കിത് ചോക്കർ പോലെ ഇടാം, വേണമെങ്കിൽ കുറച്ച് ലെങ്ത് ആയിട്ട് അങ്ങനെയും പെയർ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ഈ ഒരു പേളിൻ്റെ ടൈപ്പ് മാലയാണ്. ചെറുപ്പത്തിൽ മാത്രമേ ഞാനിങ്ങനത്തെ പേൾ ടൈപ്പ് മാല ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇതിട്ടപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു 100 രൂപ റേഞ്ചിലാണ് ഈ മാല വാങ്ങിച്ചത്. അത്രയ്ക്ക് വലിയ ക്വാളിറ്റി ഒന്നുമില്ല, പക്ഷേ ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. അതിൻ്റെ കൂടെ ഒരു ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ് കമ്മലും കൂടിയാണ് ഉണ്ടായിരുന്നത്. എല്ലാത്തിൻ്റെ കൂടെ അത്യാവശ്യം ചെറിയ കമ്മലാട്ടോ വരുന്നത്. ലാസ്റ്റ് വൺ കാണിക്കാൻ പോകുന്നത് ഒരു ചോക്കറാണ്. എനിക്ക് വാങ്ങിയതിൽ ഇഷ്ടപ്പെടാത്തത് ഈ ചോക്കറായിരുന്നു. റിവ്യൂവിൽ കണ്ടതുപോലെ ആയിരുന്നില്ല, കുറച്ച് ഓഫായിട്ടുള്ള കളറായിരുന്നു ഈ മാലയ്ക്ക്. പക്ഷേ മാലയ്ക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നല്ല കൂട് പോലത്തെ കമ്മലുമായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നത്. എനിക്ക് പൊതുവേ ഇങ്ങനത്തെ ചോക്കർ ടൈപ്പ് മാലേനോട് താല്പര്യമില്ല. പിന്നെ ഇതിനകത്ത് ഒരു ലക്ഷ്മി ദേവീൻ്റെ പ്രിൻ്റ് പോലത്തെ ഒരു പ്രിൻ്റാണ് എനിക്ക് കാണാൻ പറ്റിയത്. പിന്നെ ചെറിയ ചെറിയ സ്റ്റോൺസും എൻ്റെ താഴെ ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കല്ലേ.